ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഡിസൈനേഴ്സ് ഇത് കോഡിങ് അറിയണോ, അതായത് പ്രോഗ്രാമിംഗ് ലെവലിൽ നല്ല നോളജ് വേണോ എന്നുള്ള കാര്യങ്ങൾ കുറേ പേരിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്, അതായത് ഡിസൈനേഴ്സിന് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയണോ അതോ വേണോ വേണ്ടയോ എന്നുള്ള ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം പൊതുവേ നമ്മൾ ഡിസൈനേഴ്സ് നമ്മൾ പല കാര്യങ്ങളും ഡിസൈൻ ചെയ്യാറുണ്ട്. വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാറുണ്ട്, അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ UI ഡിസൈൻ ചെയ്യാറുണ്ട്, അതുപോലെ പല കൈൻഡ് ഓഫ് ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിജിറ്റൽ ഡിസൈൻ ആ ഒരു ലെവലിലുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ UI UX അതുപോലെ വെബ് ഡിസൈന് ആ ഒരു ലെവലിലേക്കുള്ള ഡിസൈനേഴ്സിനാണ് ഈ കോഡിങ്ങിൻ്റെ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ 3D ഡിസൈൻസ് ഉണ്ട്, ഗ്രാഫിക് ഡിസൈനേഴ്സ് ഉണ്ട്, അവർക്കൊന്നും കോഡിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പം പറയാൻ പോകുന്നത് വെച്ചാൽ UI അതുപോലെ മൊബൈൽ UI ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ, വെബ് UI ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പം നമ്മൾ ഡിസൈൻ ചെയ്യും, പല കാര്യങ്ങളും വെബ്സൈറ്റിന് വേണ്ടി ചെയ്യും, അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷന് വേണ്ടി ചെയ്യും. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പോസിബിൾ ആണോ ഡെവലപ്പ് ചെയ്യാൻ എന്നുള്ളത്, അത് നമ്മൾ ചിന്തിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രീം ലെവലിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളും, ചെറിയൊരു ബട്ടൺ ആണെങ്കിലും അതിനെ വളരെ എക്സ്ട്രീം ലെവലിൽ നമുക്ക് അതിനെ ഡിസൈൻ ചെയ്ത് എന്തും ചെയ്യാൻ പറ്റും. പക്ഷേ അത് നമ്മൾ പ്രോഗ്രാമിംഗ് ലെവലിലേക്ക്, അതായത് കോഡിങ്ങിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്ത എക്സാക്റ്റ് സെയിം ഡിസൈന് നമുക്ക് കോഡിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള പോസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പം അത് പോസിബിൾ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈന് വേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് പൊതുവെ പറയുന്നത് ഡിസൈനേഴ്സ് അറ്റ്ലീസ്റ്റ്, അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറ്റിയിട്ടുള്ള ഒരു നോളജ് വേണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഡിസൈൻ ചെയ്ത് അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ പറ്റൂലോ എന്നുള്ളത് നമുക്ക് തന്നെ ഒരു ഇത് വേണം. അപ്പോൾ എന്നാലേ നമുക്ക് നല്ല ഡിസൈന് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഡിസൈനേഴ്സിന് അറ്റ്ലീസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ അറിയണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമുക്ക് നോർമലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് പോവുകയാണെങ്കിൽ വൈഡായിട്ടുള്ള ഒരു ഏരിയയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അത് PHP ഉണ്ട്, പൈത്തൺ ഉണ്ട്, അത് പല ഡിഫറെൻറ്റ് ഫ്രെയിം വർക്ക്സ് ഉണ്ട്, അതുപോലെ പല എക്സ്ട്രീം ലെവൽ കോഡിംഗ് ലാംഗ്വേജ് ഉണ്ട്. അപ്പം അതിലേക്കൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ HTML, അതായത് CSS എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മാത്രം നമുക്ക് ഡിസൈൻ ലെവലിലേക്ക് നോക്കിയാൽ മതി. പിന്നെ ചെറുതായിട്ട് jQuery, ജാവാസ്ക്രിപ്റ്റ് ആ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് എന്തിനാന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ചെയ്തു, വെബ്സൈറ്റിൽ കുറച്ച് മോഷൻസൊക്കെ നമ്മൾ എന്താ പറയുക ഡിസൈൻ ചെയ്തു, ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ വെച്ച് ചെയ്തു. അപ്പോൾ ഈ ഒരു മോഷൻസ് നമുക്ക് എക്സാക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ചില നേരം ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യേണ്ടി വരും, അതുപോലെ CSS3 യൂസ് ചെയ്യേണ്ടി വരും. അപ്പം അത് നമുക്ക് അവെയർ ആയിരിക്കണം ആ കാര്യങ്ങൾ. അപ്പം ഇന്ന രീതിയിൽ ഞാൻ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് CSS വെച്ചിട്ട് അല്ലെ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് അതിനെ ഇങ്ങനെ മോഷൻ ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ലെവൽ ആദ്യം ചിന്തിച്ചതിന് ശേഷമേ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകാം. അപ്പോൾ അതുകൊണ്ടാണ് ഡിസൈനേഴ്സ് അറ്റ്ലീസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ കുറേ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കുറേ എഫക്ട്സും കുറേ ഭയങ്കര എന്താ പറയുക വാവ് എഫക്ട്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഡിസൈനിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡിസൈനിൽ കാണാൻ പറ്റും. നമ്മളത് ഫൈനൽ ഔട്ട്പുട്ടായിട്ട് നമ്മൾ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ഫൈനൽ ഔട്ട്പുട്ടായിട്ട് വരുമ്പോൾ നമുക്കത് ചില നേരം പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഡിസൈനേഴ്സ് അറ്റ്ലീസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ അറിഞ്ഞിരിക്കണം, കോഡിങ് എന്തൊക്കെയാണെന്നുള്ള അറിഞ്ഞിരിക്കണം. ഇപ്പോൾ HTML അറിയണം, CSS അറിയണം, jQuery അറിയണം. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്, അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് വേണ്ട ഫോമിലേക്ക് മാറ്റുന്നത് ഈ ഒരു ലാംഗ്വേജസ് വെച്ചിട്ടാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നല്ലൊരു അഡ്വാൻറ്റേജാണ് ഡിസൈനേഴ്സിന്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഡിസൈൻ വേസ്റ്റ് ആവും. അപ്പം
ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് jQuery, CSS3, CSS, HTML എന്നീ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ നോക്കുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്ക് കാണാം. സീ യു ബൈ.